നമ്മൾ വൈറ്റ് ടെമ്പിളിൻ്റെ അടുത്തായിട്ടൊരു ചെറിയ വാക്ക്, ചെറുതല്ല. അപ്പോൾ നമുക്ക് ഇനി മുന്നോട്ട് പോയി വേറെ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. അതും ബ്ലൂ കളർ തന്നെ. നമസ്കാരം, എല്ലാവരും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ തായ്ലൻഡിൽ വരുമ്പോൾ തായ്ലൻഡിൻ്റെ അമ്പലങ്ങളൊക്കെ ഒരു മിക്സാണ്. ഒരു ഇന്ത്യൻ, ബുദ്ധിസ്റ്റ്, ചൈനീസ് എല്ലാം കൂടെ ഒരു മിക്സ് അമ്പലങ്ങളാണ് എല്ലാം. പക്ഷെ ഭയങ്കര ഭംഗിയാണ് കാണാൻ. അത് എൻ്റെ ബാക്കിലൊരെണ്ണം കണ്ടില്ലേ. ഇത് നമ്മൾ തമിഴ്നാട്ടിലെ പോലെ എല്ലാ സ്ട്രീറ്റിലും ഓരോ അമ്പലങ്ങളുണ്ട്. അപ്പം എല്ലാം പോയി കാണാനുള്ള സമയമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ യുണീക്ക് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 2 അമ്പലങ്ങൾ തപ്പി എടുത്തിട്ട് അത് പോയി കാണാൻ വിചാരിച്ചാൽ. അപ്പോൾ നമുക്ക് 2 അമ്പലങ്ങൾ പോയി കണ്ടിട്ട് വരാം. അപ്പം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യത്തെ ടെമ്പിള്, ബ്ലൂ ടെമ്പിള്. അത് നമ്മൾ ചിയാങ് റായ് സെൻറ്ററിൽ നിന്ന് അധികം ദൂരമില്ല, കുറച്ച് ഒരു 5-6 കിലോമീറ്ററേ ഉള്ളൂ. അപ്പം ഞാനിപ്പോൾ ഒരു 6-6:30 സമയത്താണ് വന്നത്. അതാകുമ്പോഴത്തേക്ക് വലിയ തിരക്ക് കാണില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെ തിരക്ക് തുടങ്ങും. അപ്പോൾ പിന്നെ ഇപ്പോൾ ഒന്ന് കറങ്ങിയിട്ട് പൊയ്ക്കൊള്ളാമെന്ന് വിചാരിച്ചാൽ. അപ്പം നമുക്ക് അകത്തോട്ട് കയറാം. നമ്മൾ ആദ്യം അകത്തോട്ട് കയറുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലൊരു ബുദ്ധൻ്റെ ഒരു വലിയൊരു സ്റ്റാച്യു ഉണ്ട്. പിന്നെ 2 സൈഡിലും ബുദ്ധൻ്റെ ഡിസൈപ്പിൾസും. ഇവരെ കണ്ടിട്ടൊരു ഇന്ത്യൻ ലുക്കുണ്ട് ഈ മുഖങ്ങളൊക്കെ, ഈ സ്വാമിമാരൊക്കെ. ഈ അമ്പലം ഒരു ബ്ലൂ ആൻഡ് ഗോൾഡ് കോമ്പിനേഷനാണ്. കൊള്ളാണ്ട്, നല്ല ഭംഗി. പിന്നെ അകം ബ്ലൂ കളറാണ്. ഇത് കാണാമെന്ന് അറിഞ്ഞൂടെ. ഈ അമ്പലത്തിൻ്റെ ഈ സൈഡ് ചുറ്റുമായിട്ട് ഇങ്ങനെ ഈ ക്രിസ്റ്റൽ ബോളുകൾ വെച്ചിട്ടുണ്ട്. അതിൽ അമ്പലത്തിൻ്റെ ഒരു റിഫ്ലക്ഷൻ ഇങ്ങനെ കാണാം. അതിൻ്റെ ഇങ്ങനെ ചുറ്റുമുണ്ട്. ചിലത് ചെറുത്, ചിലത് വലുത്. അത് ഞാൻ ഒരു കറക്കം കറങ്ങിയിട്ട് അമ്പലത്തിൻ്റെ അകത്തൊന്ന് കയറാം. ഈ അമ്പലം കിടിലം തന്നെ കേട്ടോ, നല്ല ഭംഗിയാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് ഇഷ്ടം പോലെ നല്ല ചുവർ ചിത്രങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് ഒരു കറക്കം കറങ്ങിയിട്ട് അകത്തോട്ട് കയറാം. അതുകൂടാതെ അമ്പലത്തിൻ്റെ ബാക്കിലായിട്ടൊരു ഈ സ്തൂപങ്ങളുണ്ടല്ലോ, ഈ ബുദ്ധ വിഹാരങ്ങളൊക്കെ കാണുമ്പോഴത്തെ, അതും ബ്ലൂ കളർ തന്നെ. സൈഡിലുള്ള കടകളൊക്കെ ചെറുതായിട്ട് തുറന്നു പറഞ്ഞു. 7 മണി മുതലാണ് കറക്റ്റ് അതിൻ്റെ ഓപ്പണിംഗ് ടൈം. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഈ മറ്റേ ഷോർട്സ് ഒന്നും ഇട്ടുകൊണ്ട് അകത്തോട്ട് കയറരുതെന്ന്. അവിടെ കുറച്ച് തുണികൾ വെച്ചിട്ടുണ്ട്, ഈ ലുങ്കി പോലത്തെ സംഭവങ്ങളെ ഉടുത്തോണ്ട് കയറാൻ വേണ്ടി. അപ്പോൾ നമുക്ക് പതുക്കെ അകത്തോട്ട് കയറാം. ഇതിനകത്ത് നല്ല ഭംഗിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ചുവരുകളൊക്കെ നല്ല പെയിൻറ്റിങ്ങും അതുകൂടാതെ സീലിങ്ങും. ഇവിടെ ആരും ഇല്ല, അത് കാരണം ഇതിൻ്റെ സെറ്റപ്പ് എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. നമ്മൾ നേരെ നടന്ന് വെളിയിലോട്ട് അങ്ങനെയാണ് ഇറങ്ങണത്, അതേ നമ്മൾ തിരിച്ചാണോ നടക്കുന്നത് ഒരു പിടിയില്ല. എന്നാലും നമുക്ക് പതുക്കെ വന്ന വഴി തന്നെ തിരിച്ചിറങ്ങാം. ഇവിടെ പൂച്ചകൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഈ അമ്പലത്തിൽ. ഇനി അതിൻ്റെ എന്തെങ്കിലും സ്പെഷ്യലാണെന്ന് പറയുന്നത് ഈ ഗ്രൗണ്ടിലൊക്കെ ഒരു 3-4 കിടന്ന് കറങ്ങുന്നുണ്ട്. അങ്ങനെ നമ്മൾ അടിപൊളിയായിട്ടുള്ള ബ്ലൂ ടെമ്പിൾ കണ്ടേ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ടെമ്പിളിലോട്ട് പോവാം. അടുത്ത ടെമ്പിൾ ഇവിടെ നിന്ന് ഒരു 16 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ അങ്ങോട്ട് പോകാം, നമ്മൾ അടുത്ത അമ്പലത്തിലോട്ട്. അപ്പോൾ ഇതാണ് അടുത്തത്, വൈറ്റ് ടെമ്പിൾ. നിങ്ങൾക്ക് കാണാം ഇത്തിരി തിരക്കാണ്. കാരണം ഇത് രാവിലെ ഒരു 6-6:30 ആ സൂര്യ ഉദയത്തിന് ആ സമയത്ത് വന്നു കഴിഞ്ഞാൽ വലിയ തിരക്ക് കാണില്ല. പക്ഷേ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ടെമ്പിൾ 8 മണിക്ക് തുറക്കുകയുള്ളൂ. അപ്പോൾ രാവിലെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോയിട്ട് വീണ്ടും തിരിച്ച് വരണം. അതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ച്, അതുമാത്രമല്ല ഫോർകാസ്റ്റ് ഇന്ന് ക്ലൗഡിയാണ് കാണിക്കുന്നത്. അപ്പോൾ രാവിലെ വന്നു കഴിഞ്ഞാലും പ്രത്യേകിച്ച് ഗുണമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇപ്പോൾ വന്നത്. പക്ഷേ ഇപ്പോൾ വന്നുള്ള കുഴപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഇഷ്ടം പോലെ ആളുകൾ. ഇവിടെ മറ്റേ ബസ് കണക്കിനാണ് ആളുകളെ കൊണ്ട് ഇറക്കുന്നത്. അത് കാരണം ഇത്തിരി തിരക്കായിരിക്കും. എന്നിരുന്നാലും നമുക്ക് ഒരു കറക്കം കറങ്ങിച്ച് വരാം. ഇതാണ് ഓപ്പണിംഗ് ടൈമും ക്ലോസിംഗ് ടൈമും ഒക്കെ. പിന്നെ അവിടെ കുറച്ച് റൂളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോയി ടിക്കറ്റ് വാങ്ങിക്കാം. 100 ബാത്ത് എന്തോ ആണ് ടിക്കറ്റ്. അപ്പോൾ ടിക്കറ്റ് വാങ്ങിച്ചിട്ട് നോക്കാത്തോട്ട്. ഇവിടെ അത്യാവശ്യം നടന്ന് കാണാനുണ്ട് കേട്ടോ. എന്തോന്നൊക്കെ വേറെ പരിപാടികളൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് മെയിനായിട്ടുള്ള സ്ഥലത്ത് ആദ്യം പോകാം, നമ്മളെ വൈറ്റ് ടെമ്പിളിൽ. അത് കഴിഞ്ഞിട്ട് ഈ ഗ്രൗണ്ടിൽ വേറെ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. നമ്മളെ ടെമ്പിളിൻ്റെ ഫ്രണ്ടിലൊരു ചെറിയ പോണ്ടുണ്ട്. അപ്പോൾ അതിൽ കംപ്ലീറ്റ് മറ്റേ അതിനെന്താ പറയുന്നത്, നമ്മളെ കോയ ഫിഷ്, ഈ ഒരു ജാപ്പനീസ് ടൈപ്പ് ഫിഷ് ഉണ്ടല്ലോ, അത് ഇഷ്ടംപോലെ കിടപ്പുണ്ട് കേട്ടോ. അവിടെ നമ്മൾ അനൗൺസ് ചെയ്യണം സ്റ്റാൻഡിൽ നിന്ന്. നമ്മളെ സെക്യൂരിറ്റി ഗാർഡ് എന്തോ വിളിച്ച് പറയുന്നുണ്ട്. സൗണ്ട് കേട്ടിട്ട് സ്റ്റാൻഡപ്പ് കോമഡിയാണെന്നാണ് തോന്നുന്നത്. ഓ ഇയാൾ നിർത്തണില്ലേ, എന്നാലും എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഓ തീർന്നെന്നോണ്.
ഇത് കണ്ടിട്ട് ഒരു ടെമ്പിളിനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു വല്ല വല്ല ആർട്ട് മ്യൂസിയം പോലെ എന്തോന്നൊക്കെയാണെന്ന് തോന്നുന്നു കേട്ടോ. പല സംഭവങ്ങളാണ് ഇവിടെ പല രീതിയിലൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇതെൻ്റെ സ്കള് എനിക്ക് തോന്നുന്നു ഇത് ശരിക്കൊരു ടെമ്പിളാവാൻ വഴിയില്ല. അപ്പോൾ ശരി, അപ്പോൾ അതൊക്കെ അകത്തോട്ട് കയറാം. അപ്പോൾ അതൊക്കെ നടന്നങ്ങ് മുകളിലോട്ട് കയറാം. ഇപ്പോൾ ഇവിടെ ഭയങ്കര ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പോണ വഴിക്കൊക്കെ. അത് കാരണം നമുക്ക് വെയിറ്റ് ചെയ്യേ വഴിയുള്ളൂ. കണ്ടിട്ട് അകത്തോട്ട് ഫോട്ടോഗ്രാഫി അലോഡല്ലേ. അപ്പോൾ ഞാൻ പോയി ഒരു കറക്കം ഇറങ്ങിയിട്ട് വരാം. അകത്ത് കംപ്ലീറ്റ് മ്യൂറൽസാണ്. ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള ഹ്യൂമൻ സഫറിങ്ങിനെ കുറിച്ചൊക്കെ ഉള്ള എന്താ പറയുക, നമ്മൾ അമ്പലങ്ങളിൽ കാണുമ്പോഴുള്ള പഴയ പെയിൻറ്റിംഗ് ഒന്നുമല്ല, ഈ പുതിയ ടൈപ്പ് ആളുകളുടെ ഫേസൊക്കെ വെച്ചുള്ള ടെമ്പിൾ. അടിപൊളി ടെമ്പിൾ തന്നെ കേട്ടോ. ഇത് പിന്നെ തായ്ലൻഡിലെ എല്ലാ ടെമ്പിളുകളും ഭയങ്കര ഭംഗി തന്നെ. ശരിക്കും നമ്മൾ ആ കറക്റ്റ് ആ ക്ലൗഡൊന്നും ഇല്ലാത്ത ദിവസത്തിൽ വന്നു കഴിഞ്ഞാൽ നല്ല ഫോട്ടോസ് കിട്ടുള്ളൂ. ഞാൻ ഈ ഫോട്ടോ എടുത്തിട്ടൊന്നും ഒരു ഫോട്ടോയ്ക്കും ഒരു ലുക്കില്ല. എല്ലാവരും മറ്റേ ബ്ലോഗിലൊക്കെ ഇൻ്റർനെറ്റിൽ ബ്ലോഗിലൊക്കെ എഴുതിയിരിക്കുന്നതും അതുതന്നെയാണ്. രാവിലെ നല്ലൊരു ക്ലിയർ സ്കൈ ദിവസം സൺറൈസിൻ്റെ സമയത്ത് വന്നു കഴിഞ്ഞാൽ സൂപ്പർ ഫോട്ടോസ് കിട്ടുന്ന. അപ്പോൾ നമുക്ക് ഇനി മുന്നോട്ട് പോയി വേറെ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. നമ്മൾ വൈറ്റ് ടെമ്പിളിൻ്റെ അടുത്തായിട്ടൊരു ചെറിയ ചെറുതല്ല, ഒരു വാക്ക് വേ പോലെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ആ വാക്ക് വേയുടെ മേളിൽ നമ്മൾ സീലിങ്ങിൽ ഒരു ലോക്കറ്റ് പോലെ എന്തോ ആണ് തൂക്കിയിട്ടിരിക്കുന്നത്. അത് ഒന്നും രണ്ടുമല്ല, അങ്ങ് അറ്റം വരുതല്ല ഇങ്ങേ അറ്റം വരെ ഭയങ്കര ഭംഗി തന്നെ കേട്ടോ. അത് നമുക്ക് ഇതിൻ്റെ ഈ ഗ്രൗണ്ടും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് നടന്ന് കണ്ടുള്ള ഇതിൽ വേറെ എന്തൊക്കെ ഉണ്ടെന്നാ. ചെറിയ ചെറിയ ഷ്രൈൻ പോലത്തൊക്കെ എന്തോന്ന് വെച്ചിട്ടുണ്ട്, ചെറിയ അമ്പലം പോലത്തൊക്കെ എന്താണെന്ന് അറിഞ്ഞൂടാ. നമുക്ക് അടുത്തോട്ട് പോയി നോക്കാം. അപ്പോൾ എന്തായാലും ഉള്ള സെറ്റപ്പ് പരിപാടി തന്നെ. ഇതിൻ്റെ വൈറ്റ് കളറിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബുദ്ധൻ്റെ പ്യൂരിറ്റി കാണിക്കാൻ വേണ്ടി അങ്ങനെ എന്തോന്നാണ് അത് പറയണത്. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് എൻ്റെ ആർക്കിടെക്റ്റ് അല്ലെങ്കിൽ ഇത് ഉണ്ടാക്കിയ ആളെന്ന് പറഞ്ഞാൽ നമ്മൾ ചിയാങ് റായിലൊരു അടിപൊളി ക്ലോക്ക് ടവർ ഉണ്ട് നമ്മൾ റോഡ് സൈഡ് മറ്റേ ജംഗ്ഷനിൽ തന്നെ. അപ്പോൾ അത് ചെയ്ത സെയിം ആളാണ്. അതും ഒരു അടിപൊളി ക്ലോക്ക് ടവറാണ്, ഭംഗിയുള്ള ഒരു സംഭവമാണ്. അപ്പം ഇതും അങ്ങേരാണ് ചെയ്തിരിക്കുന്നത്. അങ്ങേരെ സ്വന്തം പൈസ ഉപയോഗിച്ചാണ് ഇത് ഫുള്ള് കെട്ടി റെഡിയാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ സൈഡിലൊക്കെ ചെറിയ രീതിയിൽ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ മറ്റേ ബുദ്ധൻ്റെ ടീച്ചിങ്സൊക്കെ, മറ്റേ ഇത് കാണരുത് കേൾക്കരുത് ആ സംഭവങ്ങളൊക്കെ. പിന്നെ ഒരു അടിപൊളി വലിയൊരു ബെല്ലൊക്കെ അവിടെ ഇതുണ്ട്, മണി. അതുകൂടാതെ അപ്പുറത്തായിട്ട് എന്തോ ഒരു കേവ് പോലെയൊക്കെ എന്തോ ഉണ്ടാക്കി വെച്ചത്, ഒരു വാട്ടർഫോളും കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ പേര് കേവ് ഓഫ് ആർട്ട് എന്നാണ്. ചെറിയ ചെറിയ ആർട്ട് പീസുകളൊക്കെ ഇതിനകത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആളുകൾക്കൊരു വിവരമില്ല കേട്ടോ. മറ്റേ നമ്മളെ ബാങ്ക് നോട്ടൊക്കെയാണ് എടുത്ത് വെള്ളത്തിൽ പറയുന്നത്. മ്യൂട്ടൻ്റ് നിഞ്ച ടർട്ടിലുണ്ട്, പ്രെഡക്ടറുണ്ട്, മേളിലായിട്ട് ചെറിയ ബുദ്ധൻ്റെ പ്രതിമകളുണ്ട്, എല്ലാം കൂടെ. അപ്പം തായ്ലൻഡിലെ അടിപൊളി അമ്പലങ്ങൾ കണ്ടുള്ള യാത്ര അപ്പോൾ ഇവിടെ തീരുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ തായ്ലൻഡിലെ എല്ലാ അമ്പലങ്ങളും അടിപൊളി അമ്പലങ്ങൾ തന്നെ, എല്ലാം നല്ല ഗോൾഡൊക്കെ നല്ല കളർഫുൾ ആയിട്ടുള്ള. അപ്പം വേറെ വിശേഷമൊന്നുമില്ല. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം. അതുവരയ്ക്കും ബൈ ബൈ.